പറഞ്ഞായിരുന്നേ 6 മാസം മുന്നെയാണ് ലാസ്റ്റ് കടി കിട്ടിയത്. ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഏകദേശം തിരിയോട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു 6 മാസത്തിൽ ഒരിക്കലും നമുക്കൊരു ബൈറ്റ് വരുന്നുണ്ട്. ഇതിപ്പോ കറക്റ്റ് ഏകദേശം മറ്റേ കടി ലാസ്റ്റ് കടി കിട്ടിയത് ഏകദേശം 6 മാസമൊക്കെ ആയിട്ടുണ്ട്. പ്രേക്ഷകർ ചോദിക്കും എന്തിന് കടി വാങ്ങിയെന്ന് വെച്ചാൽ ഇതൊരു ചലഞ്ചിങ് കണ്ടന്റാണ്. ചലഞ്ചിങ് കണ്ടന്റിൽ കടി കിട്ടും കടി കിട്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് അല്ല, അതൊക്കെ നമ്മുടെ ഈ ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു കടി വാങ്ങിയിട്ട് നമ്മളുള്ള സ്ഥലം തിരുവനന്തപുരമാണ്, വെള്ളറട അല്ലേ? വെള്ളറട. അപ്പൊ വെളിയൂര് കിളിയൂര്. ഓക്കെ. അപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടൻ നമ്മളെ പോലെ തന്നെ ദേഷ്യമുള്ള ഡോഗിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാന്ന് തോന്നുന്നു. കാരണം എന്നോട് ഇത് പേരെന്തായിരുന്നു അവിടെ? എന്റെ ഒരു ഫ്രാൻസി. ഫ്രാൻസി ഞങ്ങളെ പിക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴിക്ക് പറഞ്ഞാൽ അച്ഛനച്ച് ദേഷ്യമുള്ള ഡോഗിനെ കൂടുതൽ ദേഷ്യമുള്ള ഡോഗിനെ നോക്കുന്ന ഒരാളാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ മുഖവരിയില്ലാത്ത കാര്യം പറയാം. നമ്മളെ വിളിച്ചിട്ട് ഇപ്പൊ 1 മാസമായി അല്ലേ? 1 മാസമായി. അച്ഛൻ തന്നെ ഇവന്റെ നോർമൽ അച്ഛനാണ് കൂടുതൽ. ആരോടാ ഇവിടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാനും പപ്പയാണ് നോക്കുന്നത്. പപ്പയാണ് ഇതിന്റെ ആള്. ഇവനിപ്പോ എത്ര വയസ്സുണ്ട്? ഇവനിപ്പം 11 വയസ്സ്. 11 വയസ്സ്. അത്യാവശ്യം ഏജ് ആയി. 11 വയസ്സല്ലേ? ഇവനെ കൊണ്ടുവന്ന എടുത്താ അതോ നമ്മള് ഇത് ഞങ്ങളിവിടെ ഇപ്പൊ എത്ര പേരെ കടിച്ചിട്ടുണ്ടോ നമ്മുടെ ഓർമ്മയില്? കടിച്ചതെന്ന് പറഞ്ഞ ഒരു യവനൊക്കെ ഒരു 10-നകത്തുള്ള ആൾക്കാരെ കടിച്ചിട്ടുണ്ട്. എന്നെ കടിച്ചിട്ടില്ല. അച്ഛനെ മാത്രം കടിച്ചിട്ടില്ല. വലിയൊരു കളിച്ചിട്ടുണ്ട് അവൻ. വലിയ അടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കടിച്ചിട്ടുണ്ട്. എന്നെ കടിച്ചത് അവനെ ദേഷ്യം അദ്ദേഹം വന്നതിന് ശേഷമാണ്. നമ്മളോട് പിന്നെ അറ്റാച്ച്മെന്റ് ഉള്ളതാണോ അല്ലെ രണ്ടുപേരോട്? ആ വീട്ടില് എന്റെ ചേച്ചിയുടെ മക്കളാണ്. കുടുംബക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് ചമ്മലും നാണൊക്കെ ഇത് ചുമ്മാ ഒരു യൂട്യൂബ് ബ്ലോഗല്ലേ, നമ്മളൊരു ഇന്റർ എടുത്ത് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോഴേ ചാച്ചാ അവന്റെ സ്വഭാവ രീതി ടോട്ടൽ എന്ന് പറഞ്ഞ് ചാച്ചന് തോന്നിയ കാരണം പറഞ്ഞായി. ഇപ്പൊ അറിയാലോ, എന്നോട് ഫ്രാൻസി ആയിട്ട് വിളിച്ചത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ സാധാരണ ഈ അഗ്രഷൻ ഡോഗ്സിന്റെ കൂടെ കുറച്ചേറെ സ്പെൻഡ് ചെയ്യുക, അവനൊന്ന് പുറത്തിറക്കുക, അതായിരുന്നു നമ്മുടെ നോർമൽ കണ്ടന്റ്. കടി കിട്ടിയിട്ടുണ്ട്, കിട്ടായിരുന്നിട്ടുണ്ട്. ഓക്കെ. ചാച്ചന് തോന്നുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു എങ്ങനെയാണ് അവന്റെ സ്ഥിതി എന്ന് പറയാ, നമ്മളോട് എങ്ങനെയാണ് ഇടപഴവോ ഇല്ലുള്ള കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ. എന്നോടും മോനോടും നല്ല രീതിയിൽ ഇടപെടും. കടിക്കുകയോ വേറെ അവന് ഒരു അടി കൊടുത്താലോ ഒന്നും ചെയ്യില്ല. എന്റെ മൂത്ത മകനുണ്ട് ടോമി രാജ, അപ്പം ആശുപത്രി ഇരിക്കാനോ കൊച്ചിനെ വെച്ചാൽ അവന് അഴിക്കാനോ കൊണ്ടുപോകാനോ പറ്റില്ല. ബാക്കി ആർക്കും അവനെ പുറത്തിറക്കി അഴിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ഇതുവരെ അടുത്തിട്ടില്ല. ഇനി നമ്മളോട് അടുക്കില്ലയോ? അത് നിങ്ങളെ ഞാനാണ് പപ്പയ്ക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് പറഞ്ഞില്ല വീരനെ ഇറക്കത്തില്ല. വീരൻ എന്നാണ് പേര്. വീരനെ ഇറക്കത്തില്ല എന്നാണ് പറഞ്ഞത്. വീഡിയോ കണ്ടതിന് ശേഷം പറഞ്ഞു ചിലപ്പോ ഇവരോടൊക്കെ എങ്ങനെയാ? ഇവരോടൊന്നും പറ്റില്ല. അയച്ചു തന്ന വീഡിയോയിലുള്ള പുള്ളിയാണ്. ആണോ? അങ്ങനെയാണ് നമുക്ക് പ്രഷർക്ക്. അതായത് ഒരു സ്ഥിരം വരുന്ന ആൾക്കാരാട്ടോ. മോനെ പേര് വിട്ടോടോ? മോനെ അബിൻജോസ്. സ്ഥിരം വരുന്നതാണ് ഈ വീട്ടിലെ ഒരു കൊച്ചുമോനോടാണ്. ഇവന്റെ പേരെന്തായിരുന്നു? വീരൻ. വീരന് 11 വയസ്സുണ്ട് കേട്ടോ പ്രായം. ഈ ആളെ അറിയത്തില്ലേ? ഇത് വീട്ടിലുള്ള ആളാണല്ലോ. നിങ്ങൾ അറിയിച്ചോ? എന്നാ അങ്ങോട്ട് നോക്കോ. ഞാൻ ഇവരോടൊന്ന് രണ്ട് കവിൾ സംസാരിക്കട്ടെ വീരനോട്. എന്താ പറയാ? വീരൻ ചെറിയ ദേശക്കാരൻ നല്ലല്ലോ. വീരൻ ചെറിയ ദേശക്കാരൻ നല്ല വീരൻ. എന്താ ദേശാണല്ലോ വീര? ദേശാണല്ലോ. മൊത്തയ്ക്ക് നോക്കി മൊത്തയ്ക്ക് നോക്കോ. അല്ല ചെറിയാണല്ലോ. എന്താ വീര? പറഞ്ഞായിരുന്നേ. അച്ഛൻ മുഖത്തേക്ക് നോക്കുന്ന പോലില്ല കേട്ടോ. ആ മുഖത്തേക്ക് നോക്കുന്ന പോലില്ല. മുഖത്തേക്കൊക്കെ നോക്ക്. ഒന്ന് മുഖത്തേക്കൊക്കെ നോക്കടാ. എന്താണ് തീരാ? ഒന്ന് മുഖത്ത് നോക്ക്. ഒരു 2 കവൾ സംസാരിക്കാൻ എപ്പോഴെങ്കിലും മുഖത്ത് നോക്കിയില്ല നീ അല്ലേ? എപ്പോഴെങ്കിലും മുഖത്ത്
എന്തുപറ്റി? ഞാൻ എടുത്തിരിക്കാം. എന്തുപറ്റി? 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 ആ എന്താ ക്ഷയിക്കുന്നത്? ആ കൈ കാണിച്ച്, കൈ കാണിച്ച്, കൈ കാണിക്കടാ, ആ കൈ കാണിച്ച്. ഇതില് മറ്റേ കാഴ്ചക്കുറവോ കാര്യങ്ങളൊന്നുമില്ലല്ലോ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അത്ര ഏജാണ്ട് ചോദിച്ചാ കേട്ടോ, പ്രായം 11 ആയല്ലോ അത് ചോദിച്ച. പതിന് കൂടുതലേ ഉള്ളൂ. 11 നല്ല കേട്ടോ, 10 കൂടുതലേ ഉള്ളൂ. എന്നോട് ഫ്രാൻസ് ചേട്ടൻ പറഞ്ഞ ഇച്ചിരി ഏജ് ഇച്ചിരി കൂടുതൽ പറഞ്ഞപ്പോ ഒരു 10-15 വയസ്സിനടുത്ത് പറഞ്ഞായിരുന്നു. ചിലപ്പോ അത്ര ഉണ്ടാവും കേട്ടോ അല്ലേ? മുത്തശ്ശനായി മുത്തശ്ശൻ അല്ലേ? എന്താണ് എന്താണ് സാധാരണ വന്നാരേട്ടാ. എന്താണ് 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 ഭയങ്കര ദേഷ്യ. അഴിച്ചാൻ കൂട്ടാ അഴിച്ചാൻ കൂട്ടാ അഴിച്ചാൻ കൂട്ടിട്ടാ തന്നെ ആയിക്കോട്ടെ ടെമ്പറാട്ടോ. 11 വയസ്സെന്ന് പറഞ്ഞിട്ടില്ല, ആദ്യത്തെ ടെമ്പറാണ്. ഫോണൊക്കെ പൊട്ടിക്കൽ വച്ചേക്കാം. ഈ ഫോണൊക്കെ വെക്കുന്നുണ്ടോ? കൊണ്ട് ഫോണൊക്കെ വെച്ചിട്ടുണ്ടേ കേട്ടല്ലോ. നമുക്ക് ഇറങ്ങി പോയാലോ? നമുക്കൊന്ന് റോട്ടിൽ കൂടെ ഒന്ന് പോയിട്ട് വരാം. നിന്റെ ഈ വീട്ടിൽ വന്നിട്ട് ആരും ഇന്നവരെ അഴിച്ചോണ്ട് പോകാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ. അച്ഛനും അങ്ങനെ പറഞ്ഞു, എല്ലാരും അങ്ങനെ പറഞ്ഞു. നമുക്ക് പോയാലോ? പോവാ നമുക്ക്. എന്ത് പറയുന്നു വീര? വീരൻ. നമ്മളെ കടിച്ച രാജാവാളയത്തിന്റെ പേരും വീരൻ. തമിഴ്നാട്ടിലൊരു കടി കിട്ടിയില്ലേ രാജപാളയം, ആ ഒരു കടി കിട്ടിയ വീഡിയോ, അതിലുള്ളത് വീരൻ തന്നെ. വീര അപ്പൊ നമുക്കൊന്ന് ഇറങ്ങിയാലോ? എത്ര മിനിറ്റ് ആയിട്ടോ സമയം? 5 മിനിറ്റോ? 5 മിനിറ്റ് ആയിട്ടുള്ളതോ? 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇറങ്ങാൻ പറ്റുമോ? എന്താണ് നിന്നെ കാണാതെ എല്ലാരും അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു, അവിടെ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് വീര? നീ പിറകെ വരുന്ന ദേഷ്യം കേറിയിട്ടാണോ വരയ്ക്കുന്നത്? ദേഷ്യം കേറിയിട്ടാണ് അങ്ങ് വരയ്ക്കുന്നേ വീര? അല്ല ഇത് കേട്ടെ, കൈയൊക്കെ പിടിക്കരുത്. ചെയിനൊക്കെ കാണുമ്പോ തന്നെ അവിടെ ദേഷ്യം കയറുന്നുണ്ട്. വീര ചെയിനൊക്കെ കാണുന്ന ദേഷ്യം കയറുന്നുണ്ടോ? ചെയിനൊക്കെ കാണുമ്പോ ദേഷ്യം കയറുന്നു വീര? അച്ഛൻ വേണ്ട, എന്തായാലും പറയാൻ പറ്റില്ല, ചിലപ്പോ കടിക്കും. അത് വെറുതെ വാച്ചുകളുണ്ടല്ലോ അല്ലേ? ആയില്ല ഇതെട്ടെ ഇതിട്ടെ. എന്നാ എന്തിനാ വീര? എന്താണ് ചങ്ങലയ്ക്ക് പോലും അടുത്ത് വരുന്നില്ല കേട്ടാ. ഞാൻ തുറന്നു വിട്ടെ വീര, ഞാൻ തുറന്നു വിട്ടെ. നമുക്ക് ടീച്ചറിനെ വീടിനെ കൊണ്ടാക്കി വെച്ചെടുത്താലോ? അടുത്ത് തുറന്നു വിട്ടേ. നോ മോത്രം കയറി പിടിച്ചേക്കരുത്. കൈ വേറെ കയറി പിടിക്കാറുണ്ട് അല്ലേ? വേണ്ടേ? വേണ്ട നമുക്ക് നല്ല ഈശം ഒഴിവാക്കാം. നല്ല ഈശം ഒഴിവാക്കാം. നല്ല ഈശം ഒഴിവാക്കാം. വാ പോവാ 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 നമുക്ക് പോവാ പോയാലോ? നമുക്ക് ടാറ്റ പോടാ. അത് വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ലീഷ് വേണ്ട, നമുക്ക് എല്ലാം ഒഴിവാക്കിയിടാം. എല്ലാം ഒഴിവാക്കാം. ലീഷ് വേണ്ടല്ലോ. ടീച്ചർ എന്താ ചെയ്യുന്നത്? നീ എന്നാ കയറിക്കൂടാ, ഞാൻ തുറന്നു കൂടാ നിന്റെ വേണേല്. ഇപ്പൊ ഇവിടേക്ക് എന്നാ ഒരാൾ വന്ന് കയറി കഴിഞ്ഞാല് ഇവനും മിറ്റത്തുണ്ട് കളിക്കും.
അത് തുറന്നു വിട്ട് കഴിഞ്ഞാല് ഇവിടെ തുറന്നു വിട്ടിരുന്നു ഒരു മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് കുരയ്ക്ക് ബഹളം ഒന്നും കാണുമല്ലോ തുറന്നു വിട്ട് കഴിഞ്ഞാൽ. അപ്പൊ എന്താ ഇത് അങ്ങനെ നിലവിൽ ആരും ഇപ്പൊ ഒരാള് വന്നിട്ട് നമ്മൾ തുറന്നോട്ട് നോക്കിയിട്ടില്ല. അല്ല തുറന്നു വിട്ടിട്ടുണ്ട്. തുറന്നു വിട്ടിരുന്നു. നൈസായിട്ട് ഒരാൾ കയറി വന്ന് ഒരു വണ്ടി എടുക്കാൻ വന്നു. വണ്ടിയുടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. കടി ഉടനെ കടിച്ചു. കുരച്ചു വലിയ ബഹളം വെച്ച് ഒന്നുമില്ല. അപ്പൊ നമ്മള് ഡു ഓർ ഡൈ ആണ്. ഈ പറഞ്ഞ നമ്മള് ലീഷ് ഇട്ടോ ചെയിൻ ഇട്ടോ ഡോഗിനെ ഇറക്കാൻ പോകുന്നില്ല. എല്ലാരെയും കടിക്കുന്ന ഡോഗിനെ നമുക്ക് തൽക്കാലം തുറന്നുവിടാം. നമ്മൾ തുറന്നുവിടാം കേട്ടോ. ഇല്ല എന്തിനാടാ പാന്റ് ഞാനിന്നേ വയനാട്ടിൽ ഇന്നലെ രാത്രി എത്തി. ടിജോന്റെ വീട്ടില് കാറിട്ടു. അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് മടുത്തുകൊണ്ട് ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ എന്താക്കി അവിടെ ഇട്ടു. അതുകൊണ്ട് വണ്ടിയിൽ ഡ്രസ്സൊന്നും ഞാൻ എക്സ്ട്രാ എടുത്തിട്ടില്ല. ഞാൻ ഡൗട്ട് ഉണ്ട്. ഇവിടെ തിരിച്ച് കരുനാഗപ്പള്ളി വരെ തിരുവനന്തപുരത്ത് ബസ്സിന് തന്നെ പോകണം. അപ്പൊ പുതിയൊരു പാൻറ്റൊക്കെ ചിലപ്പോൾ വാങ്ങണം. നമുക്ക് ചിലപ്പോൾ വാങ്ങേണ്ടി വരും. അതുകൊണ്ടേ പറഞ്ഞോട്ടെ അവരുടെ ബോണ്ട് വന്നിട്ടില്ല. ഞങ്ങളും സംസാരിച്ചു വന്നായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയല്ലോ. അത് പോയി കഴിഞ്ഞ ആശാൻ വീണ്ടും ഒന്നുകൂടെ അങ്ങ് ചാർജ് ആയി. അല്ലേ എന്ത് സംഭവിക്കാൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. തൽക്കാലം നമുക്കൊരു കടി വാങ്ങാം. ഇല്ലെങ്കിൽ ഇത് കാരണം നമ്മള് അവനെ ലീഷിട്ട് ഇറക്കാന്ന് പറയുമ്പോൾ അവനെന്തോ ഒരു ഡബിൾ മൈൻഡ് ഉണ്ട്. പിന്നെ ഈ ലീഷിട്ട് ഇറക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു കടിയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്തായിരുന്നു. മൂപ്പര് അവരൊക്കെ ഓടി വന്ന് പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ നമ്മളെ ശത്രുത ഉള്ള ആൾക്കാരാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ ബൈ ചാൻസ് വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് അറിയത്തില്ല. ഡോഗിനെ കൂട്ടിന്ന് ഇറക്കാൻ അവർക്ക് ഇറങ്ങാൻ ഇഷ്ടം കൊണ്ട് നമ്മൾ ലീഷും കൊണ്ട് എന്ന് കഴിഞ്ഞാൽ ഡോഗ് കൂളായിട്ട് ഇറങ്ങി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ലീഷിടാതെയും ഡോഗിന്റെ കൂട്ടി കയറിയിരുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട്. അല്ലാതെയും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവനെ നമുക്ക് തൽക്കാലം ഇറക്കി വിടാം. ഇപ്പൊ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഓടി വന്ന് പിടിക്കാൻ ഒരു 3-4 ബൈറ്റിൽ നമുക്ക് നിർത്താം. ഈ പറഞ്ഞ പോലെ പോവാം. ബൈറ്റിനൊന്നും വന്നോട്ടോ കേറിയൊരു അള്ളലം കള്ളിയിട്ട് ആശം നൈസായിട്ട് അങ്ങ് പോയി. നോക്കാം കേട്ടോ എന്ത് ഫീൽ ചെയ്യുന്നു. വരിക ബൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അവൻ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒക്കെ പോകുന്നുണ്ട്. അല്ല അവനൊന്നും നമ്മള് ബോണ്ട് അവന് നമ്മളിപ്പോ ഒരു ശത്രുതമായി കണ്ടിട്ട് ഒരു മിത്രം പോലെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളവനെ പോയിട്ട് നമ്മൾ ഒരിക്കലും ഇടിച്ചു കയറാൻ പാടില്ല ഡോഗിന്റെ അടുത്ത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു അതിന് കൊളുത്തും കിടാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഓടിപ്പോയി കൊളുത്തിടാന്ന് പറയുമ്പോൾ വേറെ കാര്യമുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ നമ്മൾ ചോദിക്കും എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ലക്ഷ്യം എന്ന് ചോദിക്കും. അപ്പൊ പൊതുവേ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു ഡോഗിനെ കാണുമ്പോൾ ഒരു ഡോഗ് നമ്മുടെ നേരെ ഓടി വരുമ്പോൾ ആദ്യം വടിയെടുക്കും, അല്ലെങ്കിൽ കല്ലെടുക്കും, അല്ലെങ്കിൽ ഒരു ഏറ് കൊടുക്കും. അങ്ങനെ കുറെ ശീലം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. അപ്പം നമ്മൾ CCTV കാണുന്നുണ്ട് കുറെ ഡോഗ് തെരുവ് നായ ആക്രമണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ CCTV കാണുന്നുണ്ടല്ലോ. ഈ പിള്ളേരുടെ നേരെ പട്ടി കുറച്ചുകൊണ്ട് ഓടി വരുന്നു, അല്ലെങ്കിൽ ഈ അമ്മമാരുടെ നേരെ പട്ടി കുറച്ചുകൊണ്ട് ഓടി വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ CCTV ഒന്നും ആരും കാണിക്കുന്നുണ്ട്. ന്യൂസിൽ വരുമ്പോൾ ഈ കടിക്കാൻ പറ്റുന്ന സീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചിലപ്പം ഒന്നെങ്കിൽ ആ ഡോഗ് ഓടി വരുമ്പോൾ നമ്മളൊരു വടിയെടുത്തു, അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടാകാം. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഡോഗ് തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഓടുന്ന സീൻ മാത്രമേ നമ്മൾ ന്യൂസിലേക്ക് കാണുന്നുള്ളൂ. അപ്പൊ പൊതുവേ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഡോഗ് പോയി കഴിഞ്ഞാൽ ഡോഗ് അതിലേ പോയിരിക്കും, ഒരു പാവം ഡോഗ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് വടിയെടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് കല്ലെടുക്കും എറിയാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. 90% അങ്ങനെയാണ്. 10% ചിലപ്പോൾ ഡോഗ് ഡയറക്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഒരു 90%ന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്നോ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും നല്ല ഡോഗിനെ വളർത്തി ശീലമുള്ളെങ്കിൽ ഡോഗിന്റെ ആയിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ പട്ടി സ്നേഹിക്കും, ബാക്കി ജനങ്ങൾക്ക് എതിരെയും നമ്മൾ പറയുന്നതായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതാണ്. സത്യാവസ്ഥ അതാണ്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന ചേട്ടൻ പറഞ്ഞു ഇപ്പൊ അവനൊന്ന് ചങ്ങലിട്ടങ്ങ് ഇറക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന് മുതിരുന്നില്ല. ഇപ്പൊ അവൻ ഇറങ്ങിയ പാടെ ബൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കി. അപ്പൊ നിങ്ങൾ ആദ്യം വന്ന് തന്നെ കടിക്കാൻ നോക്കിയിട്ടാണ് ആശാനൊന്ന് ഇങ്ങനെ ആ വീഡിയോ ഞാൻ സ്ലോ മോഷൻ കാണിച്ചു തരാം. ആദ്യം വന്നിട്ടൊന്ന് കാലിലൊന്ന് പിടിക്കാൻ നോക്കിയിട്ടാണ്. അപ്പൊ ഒരു ബോണ്ട് അവനുണ്ട്, നിലവിൽ ചെറിയൊരു ബോണ്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ ബോണ്ട് ഉണ്ടാക്കിയെടുത്ത സാധനത്തിന്റെ പോയിട്ട് നമ്മൾ വീണ്ടും ഒരു ഇടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ സംഭവം ഉണ്ട്. എന്നാലും ഇപ്പൊ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ അവൻ കയറി കടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നാലും ആശാൻ അവിടെ തിരിച്ചു കൂട്ടി കയറിയിട്ട് വീണ്ടും വന്ന് അപ്പൊ അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കി. രണ്ടാമത് റൗണ്ട് ചെയ്ത് വന്നപ്പോഴും ആശാൻ എന്നെ നോക്കിയിട്ടാ പോയത്. വീര വാ, ഇറങ്ങി വാ. പേരേക്ക് വിളിക്കുമ്പോ അവന്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. വീര വാടാ, വന്നേ ഇറങ്ങി വാ, നമുക്കൊന്ന് കറങ്ങാൻ പോകുമ്പോ. ഇവിടെ അവനെ മറ്റേ ആളെ കടിച്ചേ ഇവിടുന്ന് ഈ വണ്ടി എടുത്ത് പോയപ്പോ കടിച്ച്. വാ വീര ഇറങ്ങി വാ, വാടാ.
ടിജോ വേണം അതിലെങ്കിൽ ഇറങ്ങി വേണം അവിടെ നിന്ന് ഷൂട്ട് എടുത്തറിയോ ഇല്ല വാ ഒരു കടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു വാടാ പോലെ ശേ കഴിഞ്ഞില്ല വാടാ ദേഷ്യം ഇപ്പൊ അവിടെ ഒരു ഒറ്റ വരവുണ്ടാവും നീ എന്റെ മുമ്പിൽ നിന്ന് കുറച്ചുകൂടെ മാറിയെന്നോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാ പറയുന്നത് നീ ഒരു 10 അടി മാറിയെന്നോ എനിക്കങ്ങോട്ട് നിന്നെ അങ്ങ് ദഹിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് വീടിനെ അത്ര തന്നെ ദഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ കടിക്കുന്ന പ്രതീക്ഷയായിരുന്നു ആശാ കടിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയായിരുന്നല്ലേ അല്ല കടിക്കാൻ നോക്കി പ്രതീക്ഷ നമ്മൾ തെറ്റിയിട്ടൊന്നുമില്ല വീഡിയോ എടുത്ത് നമ്മൾ റീവൈൻഡ് ചെയ്ത് നോക്കി അറിയാം അല്ല നിങ്ങൾ അനങ്ങിയിരുന്നേ കടിക്കുമല്ലോ നിങ്ങൾ അല്ല അത് നമ്മള് സംയോജിതമായിട്ട് ഇടപെടണം നമ്മളിപ്പോ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നതിൽ ഇപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഈ ഓരോ ഡോഗിനടുത്ത് പോയി ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്താ ലക്ഷ്യം എന്ന് ചോദിക്കും ഞാൻ പിന്നെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പൊ 3 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്നു ഇപ്പൊ നമ്മളോട് കാണുന്ന അല്ലെങ്കിൽ പേഴ്സണൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഡോഗിനോടുള്ള മനോഭാവം ഞങ്ങളുടെ മാറി മറ്റേ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ പേടിക്കുകയാണ് ഡോഗിനെ പേടിച്ച് കഴിയുമ്പോ ഡോഗ് ഓട്ടോമാറ്റിക് ഈ പറഞ്ഞ പോലെ അവന്മാരെ ഡോമിനന്റ് കാണിക്കും അവന്മാരാ നീ എന്നെ കണ്ട് പേടിച്ചല്ലേ എന്നൊരു മൃഗത്തിന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും ഡോഗ് അത് അങ്ങനെ തന്നെയാണ് അത് ഡോഗ് നല്ല ഏത് ജീവികളും ഇപ്പൊ ഒരു ആനന്റെ മുന്നിൽ നമുക്കിവിടെ നിൽക്കാം ഒരു ആനന്റെ മുന്നിലും വേണം നമുക്ക് നിൽക്കാം ആ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച് നിൽക്കരുത് ധൈര്യം നമുക്ക് അഭിനയിക്കാൻ പറ്റും മനുഷ്യന് മുമ്പിൽ അഭിനയിക്കാം ഇപ്പൊ ചാച്ചൻ എന്നെക്കാളും ആരോഗ്യമുള്ള ആളാ ചാച്ചെന്ന് വിചാരിക്കും ഇവിടുത്തെ വലിയ ഗുണ്ടെന്ന് വിചാരിക്കുക ചാച്ചനെ വെട്ടുകത്തിയും പിടിച്ചു വെക്കുമ്പോൾ ഞാൻ എന്താണെന്ന് നേരെ ചാച്ചന് മുഖത്തേക്ക് വെച്ച് ചാച്ചനൊന്നും ഞെട്ടും ചാച്ചന് ഉള്ളിലൊരു പേടി ഉണ്ടാവും ഇവൻ എന്നെക്കാളും വലിയവൻ ആണോ എന്നൊരു ചോദ്യം ഉണ്ടാവും അപ്പൊ ഒരു പേടി നമുക്കുണ്ടാവും പക്ഷെ ഞാൻ ഉള്ളിൽ പേടിച്ച് കുറച്ചായിരിക്കും നിൽക്കുന്നത് എന്നിട്ടായിരിക്കും ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാ പക്ഷെ ഒരു മൃഗങ്ങളുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പേടി അഭിനയിച്ചുകൊണ്ട് പേടി ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് നമുക്ക് പേടിയില്ലാതെ അഭിനയിക്കാൻ പറ്റില്ല കാരണം അവർ അതിന് മുമ്പ് സെൻസ് ചെയ്യും അതിന് മുമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യും അപ്പൊ ഇത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ സംഭവിക്കുന്നത് അറിയും ഇതിലിപ്പോ ആ ഡോഗിനെ ഇപ്പൊ നമ്മൾ ആ ലീഷിട്ട് ഇറക്കി എന്ന് പറഞ്ഞാലും ലീഷിട്ട് ഡോഗ് കൂടെ ഇറങ്ങി വരും അത് ഇപ്പൊ നമ്മൾ ഇവനെ കൂട്ടി നിട്ടാലും ആ ലീഷിട്ട് കഴിഞ്ഞ് ആ ഗാർഡിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ ഇറങ്ങി വരും ഞാനത് എന്താ ഇടാത്തതെന്ന് വെച്ചാല് അപ്പൊ അതില് ബൈറ്റ് നമുക്ക് കുഞ്ഞു ഡോഗാണല്ലോ ഇവൻ ചെറിയ ഡോഗ് അതായത് നമുക്കിപ്പോൾ ഒരു ബൈറ്റ് വന്നാലും നമുക്ക് ഹോൾഡ് ചെയ്ത് നമ്മുടെ മേത്ത് ടച്ച് ചെയ്യാതെ പിടിച്ചു നിർത്താൻ പറ്റും അപ്പൊ അത് ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ആളുകൾ നമ്മളിപ്പോൾ ഒരു ലൈവായിട്ടൊരു വീഡിയോ എടുക്കുന്നതാണല്ലോ ആ വീഡിയോ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും കാരണം അവരിത് കണ്ട് തീരുവാണല്ലോ ഇവിടെ റിയലായിട്ട് നടന്ന കാര്യം നമ്മളെല്ലാവരുമാണ് കാണുന്നത് അപ്പൊ ഞാനത് ആ ബൈറ്റ് അവർ ഇപ്പൊ ആ സാധനം ഇട്ട് നമ്മൾ ഇറക്കി കഴിഞ്ഞ പ്രഷർ പറയാണ് അത് സിമ്പിളായിട്ട് ഡോഗിന്റെ കഴുത്തെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു ഇത് ഞാൻ അഴിച്ചുവിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഫ്രീ ആയിട്ടും കടിച്ചോട്ടെ അന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങ് അഴിച്ചുവിടുക അതാണ് വാച്ചൊക്കെ ഉരിച്ചിട്ട് എന്തായാലും കടി വരുമ്പോൾ കയ്യിലൊക്കെ ആയിരിക്കും വരിക ഫ്രീ ആയിട്ട് കടിക്കുമ്പോൾ പിടിച്ചു വരണമല്ലോ നമുക്ക് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡോറുടെ ചെയ്തത് മറ്റേ ലീഷിട്ട് ഇറക്കി വന്നാൽ എൻ്റെ മേത്ത് കടി കൊള്ളാതിരിക്കാനുള്ള ഒരു സംഭവം ഇപ്പോൾ 3 കൊല്ലമായിട്ട് നമ്മളൊന്ന് ശീലിച്ചെടുത്തിട്ടുണ്ട് ഇത്ര ഡോഗുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു വലിയ ഡോഗ് നമുക്ക് പിടിച്ചാൽ നിൽക്കില്ല കാരണം നമ്മുടെ ബോഡിയിലേക്ക് ചാടി കയറി നടക്കില്ല ഇവൻ മാക്സിമം ഒരു 20 കിലോയ്ക്ക് താഴെ ഉള്ളൂ ഒരു 15 കിലോ 20 കിലോ ഉള്ളൂ ആ 20 കിലോ നമുക്ക് ലീഷിൽ ഹോൾഡ് ചെയ്താലും നമ്മുടെ മേത്ത് ടച്ച് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം അതെന്തായാലും നമ്മൾ കടിക്കാൻ വരുമ്പോൾ ഹോൾഡ് ചെയ്യുമല്ലോ ഇനിയിപ്പോ ആ ഒരു കടി മിസ്സാണ്ടായി ഞാൻ അയച്ചുവിട്ടെ എന്തായാലും ഇങ്ങനെ സംഭവിച്ച് തീർന്നു ചാച്ചന്റെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ എന്നാ ലീഷിട്ട് ഇറക്കണമെന്നുണ്ട് എന്നാ നമുക്ക് ചാച്ചന്റെ ഒരു ആഗ്രഹം ലീഷും കൂടി ഇട്ട് ഇറക്കിയേക്കാം ഓക്കെ ഞാൻ അങ്ങോട്ട് വരട്ടെ ഇന്നെ അടച്ചിട്ടെ അവൻ കാലിൽ തന്നെ ഇടന്ന് പിടിക്കുന്നത് കേട്ടോ അവനിപ്പോ കൂട് തുറന്നിട്ടല്ലായിരുന്നോ ഇല്ല ചെറിയ ചെറിയതുണ്ടോ പല്ലിറക്കാറുള്ള കടിയാ നൈസായിട്ട് ഉണ്ടോ ചെറിയ ചെറിയത് ഇപ്പൊ ആള് കട്ടിയാനാട്ടാ അപ്പൊ നമ്മളവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാല് പല്ല് കാട്ടാതെ പല്ല് വലിയ ഇറക്കിയില്ല എന്നാ ഇറക്കിയില്ലാത്ത രീതിയിലുള്ള കടികൾ ഇത് തന്നെ ഇല്ല അവന് രണ്ടാമത്തേല് നമുക്ക് ഹോൾഡ് ചെയ്യാം പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഒരു ബൈറ്റ് വന്നെന്ന് വെച്ചാൽ നമ്മൾ ആ ഡോഗിനെ കൂടുതൽ ഫോഴ്സ് ചെയ്യോ അല്ലെ ഡോഗിനോട് കൂടുതൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഡോഗ് തിരിച്ച് കൂടുതൽ ബൈറ്റ് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ അവിടുന്ന് ആ ബൈറ്റ് വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു ഓടുമായിരുന്നു അവൻ ഈ പിടുത്താലെ പിടിക്കും അപ്പൊ ആ ഡോഗ് അവിടെ നിന്ന് ഇറങ്ങി വന്നു ആ ഡോഗ് 100% ഡോഗ് ഇറങ്ങി വരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു
അപ്പൊ നമ്മൾ ആ ഡോഗ് കൂടെ തുറന്നു നടക്കുന്നതുകൊണ്ട് ഇറങ്ങി വരും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു മിതത്തിലാണ് വന്നത്. അപ്പൊ ഞാനിവിടെ വന്ന് ഡോഗ് ബൈറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ ഓടുവാണെങ്കിൽ ഈ ബൈറ്റ് അല്ല, ഇതിനേക്കാളും കൂടുതൽ ബൈറ്റ് വരും. ഇത് നിന്ന് കൊടുത്തപ്പോ അവൻ ആ ഒരു കാണിച്ചതാണ് പല്ലധികം ഇറങ്ങാത്ത, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പല്ലിറങ്ങും. അവൻ അത്രയും വലിയ പല്ലല്ലേ. ഒരു ഏകദേശം ഒരു ഈ ഇറക്കം ഉണ്ടോ, ഈ 2 കാലിലാണെങ്കിലും എന്താ ചെറിയ ചെറിയ ഇറക്കങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ 2 ദിവസത്തേക്ക് ഇനി ഒരാഴ്ചത്തേക്ക് ഇനി വേനൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ചാച്ചി സംഭവം കളിച്ച് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലടാ. ഇതേ കാലയിലൊക്കെ നീ കടിച്ചിരിക്കുന്നത്, കാലയിലൊക്കെ കടിച്ചിരിക്കുന്നത്. അപ്പൊ എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അടുത്തേക്ക് വന്നേ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വീഡിയോകളിൽ ഇതിൽ പറഞ്ഞായിരുന്നു നമ്മളെന്തോ സ്പ്രേ പൂശുന്നുണ്ട്. അല്ല നമ്മുടെ അല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് പൊതുവെ 10 നല്ല ടോട്ടലുള്ള നമ്മുടെ കയ്യിൽ എന്തോ സ്പ്രേ പൂശുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെന്തോ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6 മാസം മുന്നെയാണ് ലാസ്റ്റ് കടി കിട്ടിയത്. ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഏകദേശം ടിജോട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു 6 മാസത്തിൽ ഒരിക്കലും നമുക്കൊരു ബൈറ്റ് വരുന്നുണ്ട്. ഇതിപ്പോ കറക്റ്റ് ഏകദേശം മറ്റേ ലാസ്റ്റ് കടിയിട്ട് ഏകദേശം 6 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോ എന്നാ സ്പ്രേ പൂശിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് ഡോഗിനെയും കടിക്കാതെ, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കടി കിട്ടാതൊക്കെ ഒഴിവാക്കാം. ഇപ്പൊ ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബൈറ്റ് നമുക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനത്തെ സ്പ്രേയും കാര്യങ്ങളും നിലവിലാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ പോലെ 100 കണക്കിന് ചാനൽ നമ്മുടെ കേരളത്തിൽ അല്ല, നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ വന്നേനെ. ഈ ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുള്ളതാണ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കും. അത് ചില കേസിൽ ആ ഡോഗ് ഒരിക്കലും നമ്മളോട് താന്നു തരില്ല. അവന്റെ മുമ്പിലേക്ക് വന്ന എത്ര വലിയ ധൈര്യശാലി, എത്ര രീതിയിൽ നിന്നാലും ശരി, നമ്മളെ ഒന്ന് അവൻ ഡൊമിനന്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ഫസ്റ്റ് അവനൊന്ന് നോക്കി, ഞാൻ അതിൽ മൈൻഡ് ചെയ്യാതെ നിന്നുകൊണ്ടാണ്, അത് നമ്മൾ ഒരു കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവനെ കടിക്കാൻ വന്നിട്ട് കടിക്കാതെ പോയത്. പക്ഷെ ഞാൻ എപ്പോഴും ഗസ് ചെയ്ത കാര്യമാണ് എപ്പോൾ വേണമെങ്കിൽ ബൈറ്റ് വരാമെന്ന്. അപ്പൊ അത് അവന്റെ ഒരു ഇത് വന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ നിന്നത്. ലാസ്റ്റ് ഉറപ്പായിരുന്നു അവൻ കൂട് തുറന്നെടുക്കുമായിരുന്നല്ലോ. കൂട് തുറക്കുമ്പോൾ അവന്റെ കൂടിന്റെ അടുത്തേക്ക് നമ്മൾ പോവാണ്, അങ്ങോട്ട് കയറിച്ചില്ലാണ്. ഓക്കെ, അപ്പൊ ബൈറ്റ് പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഞാൻ എത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല, ഞാൻ കുറച്ചും കൂടെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചേ. കൂട് തുറന്നെടുക്കുമായിരുന്നല്ലോ. ഓക്കെ, അതും കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. കൂട് തുറന്ന് കിടക്കുമായിരുന്നു. അതെ അതെ. അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതികള്. അപ്പൊ എന്തായാലും ഒരു ബൈറ്റ് കിട്ടി, നമുക്ക് ഒരു ദിവസം കൂടെ വരാം. ബൈറ്റ് കിട്ടിയ ഡോഗിന്റെ അടുത്തേക്കാൾ നമ്മൾ 2ാം വട്ടം പോയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്തില്ല, നെക്സ്റ്റ് ടൈമിൽ വരാം. ലാസ്റ്റ് ഇപ്പോൾ കടി കിട്ടിയ സ്ഥലത്ത് നമ്മൾ മറ്റേ കടൽക്കൊമ്പൻ ചലഞ്ച് വന്നായിരുന്നു. ആ ഡോഗിന്റെ അടുത്തേക്ക് നമ്മൾ പോകാത്തതെന്ന് പറഞ്ഞാൽ, ആ ഡോഗ് നമ്മൾ പോകുന്നതിന് ശേഷം വേറെ ആളെയും കടിച്ചും ഭയങ്കര സീനായിരുന്നു. അവിടെ ഇപ്പോൾ സീനായിരുന്നു, നാട്ടിൽ സീനായ ഡോഗിനെ പറ്റി. ആ സീനായതുകൊണ്ട് പിന്നെ നമ്മളവിടെ ചെല്ലുന്ന മോശമായി വിചാരിച്ചിട്ട് മാത്രമാണ് അതിൻ്റെ അടുത്തേക്ക് ഇതുവരെ പോകാത്തത്. പക്ഷെ നമ്മളൊരു ദിവസം പോകുന്നുണ്ട്, ഇവിടെ നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും, കാരണം വലിയ ആഴത്തിൽ മുറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട കാര്യം ഓർത്തിട്ടാണ്, കാലിലായോണ്ട് വേറെ ഉണ്ടാവും. എന്നാ വീരെ പോട്ടെ, നീ കടിയനാട്ടോ, ഭയങ്കര കടിയാ നീ. നമ്മൾ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തെ. നമുക്കൊരു ഡോഗിന്റെ ബൈറ്റ് കിട്ടി, ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാർ സോപ്പ് എടുക്കുക. നല്ലോണം ബാർ സോപ്പ് എടുത്തിട്ട് ആ കിട്ടിയ ഭാഗം നല്ലോണം സോപ്പ് ഇട്ടിട്ട് ഒന്ന് പതപ്പിച്ച് നല്ലോണം നമ്മുടെ അതായത് നല്ലോണം പൈപ്പില്ലേ വെള്ളം ഒഴുകി പോകാനുള്ള ലെവല്, ആ ലെവല് കഴുകണം കേട്ടോ. ഞാനൊരു റൗണ്ട് കഴുകി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടിജോ പറഞ്ഞത് എന്തായാലും കടി കിട്ടിയാണല്ലോ, നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ അറിവ് ഇരുന്നോട്ടെ. അപ്പൊ നമ്മളെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യണം, വരിക, നല്ലോണം സോപ്പ് ബാർ സോപ്പ് ഇടുക, പൈപ്പ് അങ്ങ് ടാപ്പ് അങ്ങ് തുറന്ന് വെക്കുക, ഇങ്ങനെ അങ്ങ് കഴുകി വിടുക കേട്ടോ. അപ്പം അത്ര ഉള്ള സംഭവം. അപ്പോൾ നമ്മുടെ ബൈറ്റ് ഇത് കഴുകി കഴിഞ്ഞ് കാണിച്ചു തരാം. നമുക്ക് സാധാരണ ഇപ്പോൾ കിട്ടിയ നമ്മുടെ ലാസ്റ്റ് 4 ബൈറ്റും നമുക്ക് ഒരുപാട് നല്ല ഭയങ്കര മുറിവായിരുന്നു, അറിയാമല്ലോ. ക്ലോസപ്പ് കാണിച്ചിരിച്ചോ. ഇത് കണ്ടല്ലേ, ഇതൊരു ബൈറ്റ്. ഇത് ഉണ്ട്, പല്ലൊന്ന് ക്രാക്കായി പോയിട്ടുള്ളൂ. ഇത് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇത് അങ്ങനെ 5-6 വട്ടമായിട്ട് റൗണ്ട് ചെയ്ത് കടിച്ചായിരുന്നു. ഇത് കണ്ടത്, ഇത് നമ്മുടെ എല്ലാം കൊണ്ട് ഇങ്ങനെ ക്രാക്കായി, ഇത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യം. ഈ കാലിലും പിടിച്ചായിരുന്നു, പക്ഷെ ഈ കാലിൽ ചെറുതായിട്ട് ഇതുണ്ട് ഇവിടെ. ഇതല്ല കേട്ടോ, ഇത് ഇന്നാളെ ഞാൻ അവിടെ ഒന്ന് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ഇതായതാ. ഇതുണ്ടല്ലേ, ജസ്റ്റ് ഇതിലായിരുന്നു, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര സംഭവം ഉള്ളൂ, വലിയൊരു സീനൊന്നുമില്ല. പിന്നെ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും എന്തിന് കടി വാങ്ങിയെന്ന് വെച്ചാൽ, ഇതൊരു ചലഞ്ചിങ് കണ്ടന്റാണ്. ചലഞ്ചിങ് കണ്ടന്റിൽ കടി കിട്ടും കടി കിട്ടായിരിക്കും, അതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് അല്ല, അതൊക്കെ നമ്മുടെ ഈ ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു കടി വാങ്ങിയിട്ടുണ്ട്, നൈസ് ഒരു കടി കേട്ടോ.